മരങ്ങാട്ടുപള്ളി ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ മാർച്ച് 30 നടക്കും. ക്ഷേത്രം തന്ത്രി അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി മോഹനൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് ധ്വജപ്രതിഷ്ഠ. അന്നേ ദിവസം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കം കുറിച്ച് തൃക്കൊടിയേറ്റ് നടക്കുമെന്ന് ക്ഷേത്രം ദേവസ്വം ധ്വജപ്രതിഷ്ഠാ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 30 രാവിലെ 9:45-നും 10:30-നും മധ്യേയാണ് ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്നത്. ശബരിമല മുതൽ നിരവധി പ്രധാന ക്ഷേത്രങ്ങളിൽ കൊടിമര നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച പത്തിയൂർ വിനോദ് ബാബുവാണ് കൊടിമര ശില്പി. ധ്വജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ 25-ന് ആരംഭിക്കും. കഴിഞ്ഞ 2 വർഷത്തോളം കാലം കൊടിമരം എണ്ണത്തോണിയിലായിരുന്നു. പിന്നീട് ഫെബ്രുവരി 13-ന് ആധാരശിലാ സ്ഥാപനവും തുടർന്ന് കൊടിമരം നാട്ടലും നടന്നിരുന്നു. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ധ്വജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നടക്കുന്നത്. 30-ന് രാവിലെ 10-ന് കലാമണ്ഡലം പുരുഷോത്തമന്റെ പ്രമാണിത്വത്തിൽ സ്പെഷ്യൽ പഞ്ചവാദ്യം, 11:30-ന് വിന്റേജ് വയലിൻ, മാർച്ച് 28-ന് രാവിലെ 10-ന് കൊടിമരത്തിൽ പറയിറക്കൽ ചടങ്ങ് നടക്കും. വൈകിട്ട് 7-ന് സേതുലക്ഷ്മി പുട്ടപർത്തി ആൻഡ് പാർട്ടിയുടെ കർണാട്ടിക് ഭജൻസ്. മാർച്ച് 29-ന് വൈകിട്ട് 5:30-ന് ആണ്ടൂർ അഞ്ചക്കുളം ദേവീക്ഷേത്രത്തിൽ നിന്ന് കൊടിക്കൂറ കൊടിക്കയർ ഘോഷയാത്ര. രാത്രി 7-ന് ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ. കൊടിയേറ്റിന് മുന്നോടിയായി മാർച്ച് 30-ന് വൈകുന്നേരം 5:30-ന് 30ഓളം ക്ഷേത്രപ്രതിനിധികൾ കാണിക്കിഴി സമർപ്പിക്കും. 7:30-നാണ് പുതിയ കൊടിമരത്തിൽ കൊടിയേറുന്നത്. തുടർന്ന് ക്ഷേത്ര മൈതാനത്ത് 150-ലധികം കലാകാരികൾ തിരുവാതിര വസന്തമൊരുക്കും. തുടർന്ന് വന്ദേ ഗുരു പരമ്പര എന്ന സാംസ്കാരിക സദസ്സ് നടക്കും. ചടങ്ങിൽ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക സാമുദായിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. നവീകരിച്ച ചുറ്റമ്പലവും പുതുതായി പണി കഴിപ്പിച്ച ആനക്കൊട്ടിലും ചടങ്ങിൽ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കും. ആണ്ടൂർ ശ്രീ മഹാദേവന്റെ പേരിൽ എല്ലാ വർഷവും നൽകുന്ന രുദ്രമുദ്ര പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും. കൂടാതെ SSLC+2 വിഷയങ്ങളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകും. പ്രതിഷ്ഠയോടനുബന്ധിച്ച് ധ്വജപ്രതിഷ്ഠാ സമിതി പുറത്തിറക്കുന്ന ശിവോഹം എന്ന സ്മരണിക തദവസരത്തിൽ പ്രകാശനം ചെയ്യും. തിരുവുത്സവത്തിന്റെ 2ാം ദിനമായ മാർച്ച് 31-ന് വൈകുന്നേരം 7-ന് തിരുവരങ്ങിൽ പാലാ രാഗമാലിക നൃത്ത സംഗീത വിദ്യാലയം ഒരുക്കുന്ന നൃത്തസന്ധ്യ അരങ്ങേറും. തുടർന്ന് വീരനാട്യം. 1-ാം തീയതി വൈകിട്ട് 7-ന് റിതം ഓഫ് ആണ്ടൂർ എന്ന പരിപാടി അരങ്ങേറും. 2-ാം തീയതി രാവിലെ 10:30-ന് ഉത്സവ ബലിദർശനം. വൈകുന്നേരം 7-ന് സോപാന സംഗീത അരങ്ങേറ്റം ശ്രേയസോപാനം എന്ന പരിപാടി നടക്കും. രാത്രി 8-ന് ലയസോപാനം. 9:30-ന് വീരനാട്യം. 3-ാം തീയതി രാവിലെ 8:30-ന് കാഴ്ച ശ്രീബലി. ഉച്ചകഴിഞ്ഞ് 3:30-ന് പറയ്ക്കെഴുന്നള്ളിപ്പ്. വൈകിട്ട് 5-ന് മരങ്ങാട്ടുപള്ളി പാറപ്പനാൽ കൊടിമരത്തിൽ നിന്നും എഴുന്നള്ളത്ത്. വൈകിട്ട് 6-ന് ആണ്ടൂർ സരസ്വതി വിലാസം NSS കരയോഗം പറയെടുപ്പും താലപ്പൊലി സംഗമവും. 7-ന് ആണ്ടൂർ SNDP ഗുരുമന്ദിരത്തിൽ നിന്ന് താലപ്പൊലി ഘോഷയാത്ര ആരംഭിക്കും. രാത്രി 9-ന് ക്ഷേത്രത്തിൽ താലം വരവ്. 9:30-ന് തിരുവരങ്ങിൽ ഹൃദയജപലഹരി. ആറാട്ട് ദിനമായ ഏപ്രിൽ 4-ന് രാവിലെ 8:30-ന് കാഴ്ച ശ്രീബലി എഴുന്നള്ളിപ്പ്. വൈകിട്ട് 7-ന് ആണ്ടൂരപ്പന്റെ ആറാട്ട് ക്ഷേത്രക്കുളത്തിൽ നടക്കും. തുടർന്ന് ആറാട്ടെതിരേൽപ്പ്, വലിയ വിളക്ക്. 7:30-ന് തൃശൂർ പൂരം മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ 101 മേള കലാകാരന്മാർ അണിനിരക്കുന്ന ആൽത്തറമേളം. രാത്രി 10:30-ന് 25 കലശാഭിഷേകം, വലിയ കാണിക്ക, കൊടിയിറക്ക്. വിളംബര രഥഘോഷയാത്ര 23-ന് ധ്വജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി 23-ന് മഹാദേവന്റെ ക്ഷേത്രത്തിന് സമീപമുള്ള 30 ക്ഷേത്രങ്ങളിലേക്ക് വിളംബര രഥഘോഷയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഏറ്റുമാനൂരിന് സമാനമായിട്ട് പടിഞ്ഞാട്ട് ദർശനമുള്ള അപൂർവം ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. 2014-ൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ സമഗ്രമായ പുനരുദ്ധാരണത്തിന് ശേഷം 10 വർഷങ്ങൾക്കിപ്പുറം ധ്വജപ്രതിഷ്ഠ എന്ന ഒരു ബൃഹത്തായ സംരംഭം, അതുമായി ബന്ധപ്പെട്ട ധ്വജപ്രതിഷ്ഠാ സമിതി ഏറ്റെടുക്കുകയായിരുന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് മേൽക്കുമേൽ ഭംഗിയായി തിരുവുത്സവം ആണ്ടൂർ തിരുവാതിര എന്ന പേരിൽ നടന്നു വരുന്നുണ്ട്. ഈ വർഷം ഒരു സ്ഥിരം കൊടിമരം വേണം എന്ന ആഗ്രഹത്തോടെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ സ്ഥിര ധ്വജമില്ലായിരുന്നു. കൊടിയേറി ഉത്സവം നടന്നു വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ വർഷം ഒരു സ്ഥിര ധ്വജം വേണമെന്ന ആഗ്രഹം ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും ഹരിത പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ഉത്സവ പരിപാടികൾ നടക്കുക. വാഹനങ്ങളുടെ അകമ്പടിയിൽ ഓരോ ക്ഷേത്രത്തിലും എത്തി ധ്വജപ്രതിഷ്ഠയുടെ വിവരങ്ങൾ അറിയിക്കും. കുറവിലങ്ങാട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ധ്വജപ്രതിഷ്ഠാ സമിതി പ്രസിഡന്റ് ശ്രീകാന്ത് S. ശ്രീലകം, സെക്രട്ടറി CK രാജേഷ് കുമാർ, ദേവസ്വം പ്രസിഡന്റ് ലാൽ K. തോട്ടത്തിൽ, സെക്രട്ടറി വാസുദേവ ശർമ്മ കൊട്ടാരത്തിൽ,
യുവജനവേദി കൺവീനർ ഡോക്ടർ വിമൽ ശർമ്മ എന്നിവർ പങ്കെടുത്തു. 2025 മാർച്ച് 30 നമ്മുടെ ഈ നാട് കാത്തിരിക്കുന്ന ഏറ്റവും ശുഭകരമായ ആ മുഹൂർത്തം. ധ്വജപ്രതിഷ്ഠ നടക്കുന്ന ആണ്ടൂരപ്പന് ധ്വജപ്രതിഷ്ഠയാണ് അന്ന്. രാവിലെ 9:45 10:30 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ വാഹന പ്രതിഷ്ഠയ്ക്കാണ് നമ്മൾ ധ്വജപ്രതിഷ്ഠ എന്ന് പറയുന്നത്. വൃഷഭവാഹനം കൊടിമരത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണത്. ആ ചടങ്ങ് രാവിലെ 9:45 10:30 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കും. അതിനുശേഷം അന്ന് തന്നെ വൈകുന്നേരം പുതിയ കൊടിമരത്തിൽ കൊടിയേറ്റ് നടക്കും. ഈ കൊടിയേറ്റിന് മുന്നോടിയായിട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്ര പ്രതിനിധികൾ അവരുടെ ക്ഷേത്ര അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു കാണിക്ക എന്നുള്ള രീതിയിൽ കാണിക്കയിൽ സമർപ്പണം ഈ കൊടിയേറ്റിന് മുമ്പായിട്ടുണ്ട്. അതൊരു വലിയ ചടങ്ങാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉത്സവബലിയാണ്. ഉത്സവബലി നടക്കുന്നത് ഏപ്രിൽ 2 ആണ് ഉത്സവബലി നടക്കുന്നത്. രാവിലെ 10:30 ഉത്സവബലി ദർശനമാണ്. അതുപോലെ പള്ളിവേട്ട ഏപ്രിൽ 3 ആറാട്ട്. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.